ഐഫോണിൽ ഫോട്ടോസ് എടുത്തതിന് ശേഷം ആ ഫോട്ടോയിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഫിൽറ്റർ എങ്ങനെയാണ് കോപ്പി ചെയ്തുകൊണ്ട് മറ്റ് ഫോട്ടോകളിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഞാൻ ജസ്റ്റ് ഒരു ഫോട്ടോ ഇപ്പോൾ ഇവിടെ എടുക്കുകയാണ്. ഞാൻ ഇത് ഫിൽട്ടർ ചെയ്തുകൊണ്ട് കുറച്ച് എഡിറ്റുകൾ കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടാണ് ഈ രൂപത്തിലോട്ട് മാറ്റിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ഫോട്ടോ എടുത്ത സമയത്ത് ഈ രൂപത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു ബ്ലാക്ക് ഷെയ്ഡ് വന്നിട്ടുണ്ട്. അതിനെ മാറ്റി കുറച്ച് ബ്രൈറ്റ് ആക്കാനായിട്ട് ഞാൻ കുറച്ച് ടൂളുകൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ടൂളുകളെല്ലാം തന്നെ ഇവിടെ നമുക്ക് എഡിറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോന്നും നമുക്ക് അത് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഓരോന്നും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇത് റെഡിയാക്കിയിട്ടുള്ളത്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫിൽറ്ററുകളെല്ലാം തന്നെ നിങ്ങൾക്ക് കോപ്പി ചെയ്ത് മറ്റൊരു ഫോട്ടോയിൽ അപ്ലൈ ചെയ്തുകൊണ്ട് ആ ഫോട്ടോയും അതേ രൂപത്തിൽ തന്നെ ആക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഞാൻ അതിനായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഫോട്ടോയിൽ യൂസ് ചെയ്തിരിക്കുന്ന അതേ ഫിൽറ്റേഴ്സ് തന്നെ ഇതിലോട്ട് അപ്ലൈ ചെയ്തുകൊണ്ട് ഫോട്ടോ കുറച്ചുകൂടി അടിപൊളിയാക്കാനായിട്ട് പോവുകയാണ്. അതിനായിട്ട് 3 ഡോട്ടുകളിലായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കോപ്പി എഡിറ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിലായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കോപ്പി എഡിറ്റ്സ് എന്നുള്ളതിന് താഴെയായിട്ട് പോർട്രേറ്റ്, അഡ്ജസ്റ്റ്, ഫിൽറ്റർ, അഡാപ്റ്റീവ് എന്നിവ കാണിക്കുന്നതായിരിക്കും. ഇതിൽ ഏതെല്ലാമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. ആവശ്യമായിട്ടുള്ളതെല്ലാം തന്നെ എനേബിൾ ചെയ്തതിന് ശേഷം കോപ്പി എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഏത് ഫോട്ടോയിലാണോ ഈ ഫിൽറ്ററുകൾ അല്ലെങ്കിൽ ഈ എഡിറ്റുകൾ അപ്ലൈ ചെയ്യേണ്ടത് ആ ഫോട്ടോയിലോട്ട് വന്നതിന് ശേഷം 3 ഡോട്ടുകളിലായിട്ട് മുകൾ ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം പേസ്റ്റ് എഡിറ്റ്സ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പ്രിപ്പയറിംഗ് ഫോട്ടോ എന്ന് എഴുതി കാണിച്ചുകൊണ്ട് ആ ഫോട്ടോയിൽ വന്നിരിക്കുന്ന ചേഞ്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇതേ ഫിൽറ്ററുകൾ തന്നെ നിങ്ങൾക്ക് വീഡിയോയിലൊക്കെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. വീഡിയോയിലും ഫോട്ടോയിലും ഒരേപോലെ തന്നെ നിങ്ങൾക്ക് ഫിൽറ്ററുകൾ ഈ രൂപത്തിൽ കോപ്പി ചെയ്തുകൊണ്ട് അപ്ലൈ ചെയ്തുകൊണ്ട് ഫിൽറ്റർ സെറ്റ് ചെയ്ത് നിങ്ങളുടെ ഫോട്ടോയും വീഡിയോസിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. വീഡിയോ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.